നമസ്കാരം. theborderofamind.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ നിരൂപണ പരമ്പരയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. അജ്മൽ വർഷങ്ങളായിട്ട് തന്റെ ചിന്തകളും കലയും ദൃശ്യങ്ങളുമൊക്കെ ഈ ഒരു വെബ്സൈറ്റിലൂടെ പങ്കുവെക്കുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായും. അതൊരു പ്രത്യേക ലോകം തന്നെയാണ് അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ അൺവൈൻഡിങ് ഡെസ്റ്റിനി, അതായത് വിധിയെ അഴിച്ചെടുക്കുമ്പോൾ എന്നൊരു ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ചാണ്. നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? അജ്മൽ അതിൽ തുടങ്ങുന്നത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു രൂപകം വെച്ചാണ്. നമ്മുടെ ജീവിതം അത് മുൻകൂട്ടി എഡിറ്റ് ചെയ്ത ഒരു സിനിമ പോലെയാണ് എന്നൊരാശയം. അത് കൊള്ളാമല്ലോ. അതെ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ നിമിഷം, ഓരോ സംഭവം, അതൊക്കെ ഒരു ഫിലിം റീലിലെ രംഗങ്ങൾ പോലെ മുൻകൂട്ടി നിശ്ചയിച്ചതാണോ? അങ്ങനെ ഒരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നമ്മുടെ നേരെ ആ പഴയ ഒരു വലിയ ചോദ്യത്തിലേക്ക് കൊണ്ടുപോകുവാണ്. വിധി അല്ലെങ്കിൽ സ്വതന്ത്ര ഇച്ഛാശക്തി. അതെ അതെ, ഇത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ അജ്മൽ ഇതിനെ സമീപിക്കുന്ന രീതി, ആ സിനിമാ രൂപകം, അത് ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് ആ രൂപകത്തിൽ എന്താണ് പ്രത്യേകിച്ച് തോന്നിയത്? എനിക്ക് തോന്നിയത് അത് വിധിയെ ഒരു തണുപ്പൻ യാഥാർത്ഥ്യം എന്നതിലുപരി ഒരു കഥ പോലെ, ഒരു ആഖ്യാനം പോലെ കാണാൻ സഹായിക്കുന്നു എന്നതാണ്. പിന്നെ ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള ചർച്ചയാണല്ലോ. തത്വചിന്തകർ, ദൈവശാസ്ത്രജ്ഞർ, ശാസ്ത്രജ്ഞർ വരെ. ശരിയാണ്. ചിലർ പറയും എല്ലാം ദൈവത്തിന്റെ ഒരു പ്ലാനാണ്. മറ്റു ചിലർ പറയും നമ്മളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിലൂടെ ഭാവി ഉണ്ടാക്കുന്നത് എന്ന്. അജ്മൽ ഇതിന്റെ രണ്ടു വശവും തൊടുന്നുണ്ട്. അതെ, അജ്മൽ അവിടെ ആധുനിക ന്യൂറോ സയൻസിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതാണ് എനിക്ക് കൂടുതൽ കൗതുകമായി തോന്നിയത്. നമ്മളൊരു തീരുമാനം എടുത്തു എന്ന് ബോധപൂർവം അറിയുന്നതിന് തൊട്ടു മുൻപ്, സെക്കൻഡുകൾക്ക് മുൻപ്, നമ്മുടെ തലച്ചോറിൽ അതിന്റെ സിഗ്നലുകൾ കാണുന്നു എന്ന കണ്ടെത്തൽ. അതെ, ലിബർട്ട് പരീക്ഷണമൊക്കെ പോലെയുള്ളവ. അത് വായിക്കുമ്പോൾ നമ്മളൊന്ന് നിന്നുപോകും. നമ്മുടെ ഈ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും ഒരു തോന്നൽ മാത്രമാണോ എന്ന്. അതെ, അതാണ് അജ്മൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ പരീക്ഷണങ്ങൾ നമ്മുടെ ബോധപൂർവമായ തീരുമാനത്തിന് മുൻപ് നടക്കുന്ന മസ്തിഷ്ക പ്രവർത്തനങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അതോ എല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്നുള്ള അറിവ് നമുക്ക് ഒരുതരം സമാധാനം തരുമോ? നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള തീരുമാനമെടുത്തൊരു സാഹചര്യം ഓർത്താൽ അജ്മൽ പറയുന്ന പോലെ ആ ചിന്തകളും വിശകലനവും ഒക്കെ ഒരുപക്ഷെ ആ സിനിമയിൽ ഒരു രംഗമായിരുന്നിരിക്കാം. എന്നാൽ മറ്റേ വശം നോക്കിയാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതിലൊരു ശക്തിയില്ലേ? തീർച്ചയായും ഉണ്ട്. അത് നമ്മളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും മുന്നോട്ടു പോകാനും ഒക്കെ പ്രേരിപ്പിക്കും. അജ്മൽ പറയുന്ന ആ ഒരു വിരോധാഭാസം അത് രസകരമാണ്. ഒരുപക്ഷെ ഈ തിരഞ്ഞെടുക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് പോലും നമുക്ക് വിധിക്കപ്പെട്ട ഒന്നായിരിക്കാം. ശരിയാണ്, അതാണ് അതിലെ ഒരു ഐറണി. അജ്മൽ പോസ്റ്റിൽ പറയുന്ന പോലെ ഈ ഒരു കാഴ്ചപ്പാടിൽ വിധിയെ സമീപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെ, ഒരുപക്ഷെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയൊക്കെ വേറൊരു രീതിയിൽ കാണാൻ സഹായിച്ചേക്കാം. അതെ, അതായത് ഓരോ അനുഭവവും, അത് നല്ലതായാലും മോശമായാലും, ഒരു വലിയ ഡിസൈനിന്റെ ഭാഗമാണെങ്കിൽ അത് വെറും യാദൃച്ഛികതയല്ല, മറിച്ച് എന്തോ ഒരു ദൈവികമായ ഉദ്ദേശം അതിനു പിന്നിലുണ്ട് എന്നൊരു തോന്നൽ. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അതൊരു ആശ്വാസമായേക്കാം, അല്ലേ? അതെ, നമ്മുടെ വഴികാട്ടുന്നത് ദൈവത്തിന്റെ ജ്ഞാനവും സ്നേഹവുമാണെന്നൊരു ചിന്ത, അത് ചിലർക്കെങ്കിലും സമാധാനവും ഒരു ലക്ഷ്യബോധവുമൊക്കെ നൽകിയേക്കാം. അപ്പോ ചുരുക്കത്തില് അജ്മലിന്റെ ഈ പോസ്റ്റിൽ നിന്ന് നിങ്ങൾ പ്രധാനമായി കാണുന്ന ആശയം എന്താണ്? ഈ മുൻകൂട്ടി എഴുതിയ തിരക്കഥയും നമ്മുടെ സ്വാതന്ത്ര്യബോധവും തമ്മിലുള്ള ഒരു വടംവലി. എനിക്ക് തോന്നുന്നത് വിധി എന്നത് വെറുമൊരു നിയന്ത്രണമല്ല, മറിച്ച് നമ്മെ പഠിപ്പിക്കാനും വെല്ലുവിളിക്കാനും വളർത്താനുമൊക്കെയുള്ള ഒരു ദൈവികമായ ആഖ്യാനമായിരിക്കാം അത് എന്നാണ് അജ്മൽ പറയാൻ ശ്രമിക്കുന്നത്. ഒരു തരം പാഠം പോലെ. അതെ, ഒരു പാഠം, ഒരു വെല്ലുവിളി, അതേസമയം ഒരു വഴികാട്ടൽ. വളരെ നന്നായി പറഞ്ഞു. അജ്മലിന്റെ ചിന്തകളെയും അദ്ദേഹത്തിന്റെ കലയെയും എഴുത്തിനുമൊക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് theborderofamind.com എന്ന വെബ്സൈറ്റ് നോക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ചകളും അവിടെയുണ്ട് കേട്ടോ. തീർച്ചയായും സന്ദർശിക്കണം. ഉറപ്പായും. പോകുന്നതിന് മുൻപ് കേൾക്കുന്നവർക്കായി ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം. നിങ്ങളുടെ ജീവിതം മുൻകൂട്ടി എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണെന്ന് കരുതുക. ഒരു നിമിഷത്തേക്ക് അങ്ങനെ സങ്കല്പിച്ചാൽ ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത രംഗം
അത് നിങ്ങൾ എങ്ങനെ അനുഭവിക്കാനാണ് തിരഞ്ഞെടുക്കുന്നത്? കൊല്ലാം, നല്ലൊരു ചോദ്യമാണ്. അജ്മലിന്റെ ചിന്തകളിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അദ്ദേഹത്തിന്റെ മറ്റെഴുത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക.